പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫെയർനെസ് ക്രീംസിനെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും തന്നെ ഉള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് ഒന്ന് വെളുക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ കൈ കിട്ടുന്ന ക്രീംസൊക്കെ എടുത്ത് പറ്റുകയും ചെയ്യും. അതിനുള്ള കണ്ടന്റ് എന്താണ്, അതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നോക്കാറില്ല. അങ്ങനെയുള്ള ഒരു അബദ്ധങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാർക്കറ്റിലിപ്പോൾ ഫെയർനെസ് ക്രീംസിൽ വെച്ചിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്നതും ഒരുപാട് ആ ഒരു ക്രീമിനെ കുറിച്ച് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു ഫൈസ എന്ന് പറഞ്ഞ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്രീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെറോയിഡ് കണ്ടൻസ് ഉള്ളൊരു ക്രീമാണ്. അതേപോലെ ഒരു ബ്ലീച്ച് എഫക്റ്റാണ് ഇതിന് ലഭിക്കുന്നത്. ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വ്യത്യാസങ്ങൾ കാണിക്കും. പക്ഷേ ഈ ക്രീമിൻ്റെ നമ്മൾ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് മുതൽ തന്നെ ഇതിൻ്റെ റിയാക്ഷൻസ് പുറത്ത് കാണിക്കും. അതായത് കുരു വരാനും കളർ ചേഞ്ച് ആകാനൊക്കെ തുടങ്ങും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാം. എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടിട്ടാണ് ഈ ഫെയർനെസ് ക്രീമിനെ കുറിച്ചും അങ്ങനെയുള്ള മുഖം വെളുക്കുന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാത്തത്. ഞാൻ മുഖം വെളുപ്പിക്കുന്ന ഒരു പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ എൻ്റെ സ്കിൻ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. എൻ്റെ സ്കിൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ വേറെ കളറ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇത് ഒരു കാരണമുണ്ട്, അതാണ് അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയണത്. അതായത് എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സൺബേൺ ശരിക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വെയിലത്ത് ഒരുപാട് നേരം വെയിലത്ത്, അതായത് സ്കൂട്ടർ 2 വീലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വെയിൽ കൊണ്ടുവരുന്ന സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് പിടിപെട്ടാണ് ഈ സൺബേൺ. അങ്ങനെ ഈ സൺബേൺ വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഇങ്ങനെ നടന്ന് പിന്നീട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണ് മുഖം നെറ്റി എന്താണ് വല്ലാണ്ട് ഇങ്ങനെ കറുത്തിരിക്കണം. അവസാനം അത് കേട്ടിട്ട് ഭ്രാന്ത് മുത്ത് അവസാനം ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഡോക്ടർ പറഞ്ഞ മരുന്ന് പക്ക മരുന്ന് തന്നെയാണ്. അതായത് മെലാക്കെയർ എന്ന് പറഞ്ഞൊരു മരുന്നാണ് തന്നത്. മെലാക്കെയറിലെ അത് ഞാൻ പക്ഷെ ഡോക്ടർ അത് യൂസ് ചെയ്യണ ഒരു വിധവും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി അത് വേറൊരു ഓയിൽമെൻറ്റായിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അത് യൂസ് ചെയ്ത് കുറച്ചാൾ യൂസ് ചെയ്തപ്പോൾ തന്നെ സംഭവം അങ്ങോട്ട് മാറി, പുലിയായി, നല്ല ക്ലീനായി, നല്ല ലുക്കുമായി. അപ്പോൾ ഞാൻ വിചാരിച്ച സാധനം കൊള്ളാലോ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഒരു ചെറിയൊരു സമയത്തേക്ക് മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ആ ക്രീം തന്നത്. ഞാൻ എന്ത് ചെയ്ത് പിന്നീട് അതെൻ്റെ ഒരു മെയിൻ ക്രീമാക്കി മാറ്റി. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ പറ്റും, പിന്നെ കുറച്ചാളുമ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ കറക്കും. അപ്പോൾ വീണ്ടും ഈ സാധനം എടുത്ത് പറ്റും, വീണ്ടും കറക്കും, വീണ്ടും പറ്റും. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മെലാക്കെയർ എന്ന് പറഞ്ഞ ക്രീമിൽ ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് ഒരു ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. ഓക്കെ, അതായത് ഇത് മര്യാദക്ക് ഒരു ഡോക്ടർ പറയുന്ന പോലെ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ പണി കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ആ റിവേഴ്സ് ഗിയറിൽ പണി കിട്ടിയതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാടുകൾ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഏറ്റവും എളുപ്പം നമ്മുടെ സ്കിൻ ഫെയർനെസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ മെലാക്കെയർ. അതായത് മെലാക്കെയർ എന്നല്ല, ഹൈഡ്രോക്വിനോൺ കണ്ടന്റ് ഉള്ള എല്ലാ ക്രീമുകളും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതാണ്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഹൈഡ്രോക്വിനോൺ അടങ്ങിയിട്ടുള്ള ഒരുപാട് ക്രീമുകൾ അവൈലബിൾ ആണ്. മെജോറിറ്റി ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രോക്വിനോൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ക്രീമുകളാണ് മെലാസ്, സ്കിൻ ലൈറ്റ്, സ്കിൻ ഷൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രീമുകൾ മാർക്കറ്റ് അവൈലബിൾ ആണ്. അതായത് ഇതിൽ ആ ഹൈഡ്രോക്വിനോൺ കണ്ടന്റ് അത് 2%, 4% എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേരിയേഷനിലാണ് വരുന്നത്. സംഭവം ചെയ്തു കഴിഞ്ഞാൽ പക്ക റിസൾട്ടാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംഭവം കിട്ടും. ഇത് എന്താണ് ഈ ഹൈഡ്രോക്വിനോൺ ഉള്ള ഓയിൽമെൻറ്റുകൾ ക്രീമുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയർ അങ്ങോട്ട് പോയിട്ട് പുതിയ ഒരു സ്കിന്ന് വരും എന്നുള്ളതാണ്
ഇതിൻ്റെ സംഭവം. ഈ ഒരു പ്രോസസ്സ് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ പക്കയായിട്ട് യൂസ് ചെയ്യണം. അപ്പം ഇനി എൻ്റെ കാര്യത്തിലോട്ട് പറയാം, ഞാനിത് യൂസ് ചെയ്ത്, അതായത് ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫ് കൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് യൂസ് ചെയ്ത സമയം കൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം വെളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് നിർത്തി. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഡോക്ടറെ കാണിക്കലൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് വെളുക്കാനുള്ള സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം തന്നെ നമ്മൾ ഇതെടുത്ത് പറ്റുന്നു, അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും കറക്കുന്നു. കുറച്ചാളെന്നല്ല, ഇത് പറ്റി ഇത് സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് കറക്കും. പക്ഷേ അപ്പം തന്നെ നമ്മൾ ക്രീം എടുത്ത് പറ്റി നമ്മൾ സെറ്റാവും. അപ്പോൾ ആ ഒരു ഡേഞ്ചർ ഞാൻ ചെയ്ത് ഇതിനെക്കുറിച്ച്, ഈ ക്രീമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സ്കിന്നിലും ഇങ്ങനെ പാടുകൾ കിടക്കണം. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാനിതൊന്നും തേക്കാറൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ടും തേക്കൊന്നുമില്ല. അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ ആവശ്യങ്ങളൊക്കെ ജസ്റ്റ് വരുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് തേക്കും, അത്ര മാത്രം ഉണ്ടാകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കണ്ടന്റ് ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ക്രീം ഒരിക്കലും നിങ്ങൾ മേടിച്ച് തേക്കരുത്. ഇത് ഡേഞ്ചറാണ്. ഈ ക്രീം യൂസ് ചെയ്താൽ നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൻ വളരെ തിന്നാവും. അതായത് നമ്മുടെ സ്കിന്നിനൊരു കട്ടിയുണ്ട്, അത് വളരെ തിന്നാവുകയും സെൻസിറ്റീവ് സ്കിന്നായി മാറും നമ്മുടെ സ്കിന്ന്. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്താലും ഒരു ഇത് കിട്ടാതെ. അതാണ് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ ഹൈഡ്രോക്വിനോൺ അടങ്ങിയിട്ടുള്ള ക്രീം ഞാൻ യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ വേറൊരു ക്രീം പറ്റുന്നുണ്ട്, മെഡിക്കേറ്റഡ് ക്രീം തന്നെ. പക്ഷേ ഇത് കുറേ നാൾ യൂസ് ചെയ്താൽ ഇപ്പം മറ്റേത് പറ്റുമ്പോൾ പെട്ടെന്നൊരു എഫക്റ്റിലോട്ട് എൻ്റെ പോകണില്ല. പക്ഷേ എന്നാലും ഞാനത് മറ്റേ ഹൈഡ്രോക്വിനോൺ ക്രീമിനി യൂസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ക്രീം, പുതിയ ക്രീം, അതായത് മെഡിക്കേറ്റഡ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അതിലോട്ട് ഞാൻ അടുത്ത പറയാം. നമ്മുടെ സ്കിന്നിൻ്റെ കളറ് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇല്ല, ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലോകത്ത് നിന്ന് അങ്ങനെ ഒരു ക്രീം കണ്ടുപിടിച്ചിട്ടില്ല. അതായത് നേരായ മാർഗത്തിൽ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ടാണ്. റോങ് വേയിൽ, അതായത് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളും ഡാമേജുകളും ഉണ്ടാവും. അപ്പം നേരായ മാർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ സ്കിൻ പെർമനൻ്റായിട്ട് ഒരിക്കലും വെളുപ്പിച്ചെടുക്കാൻ പറ്റൂല എന്ന് തന്നെ തുറന്ന് പറയാം. ഹൈഡ്രോക്വിനോൺ ക്രീം എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ മുഖത്തുള്ള മെലാനിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ കുറക്കുന്നു. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ കുറക്കുന്നതാണ് ഹൈഡ്രോക്വിനോൺ മെയിനായിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയർ അങ്ങോട്ട് പോവും, പുതിയ സ്കിൻ നമുക്ക് വരികയും ചെയ്യും. ഇനി ഞാൻ 2 മെഡിക്കേറ്റഡ് ക്രീംസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കുറേ സേഫാണ് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഓൺലൈനിൽ ഒരുപാട് സ്റ്റഡി നടത്തിയതിന് ശേഷം മനസ്സിലാക്കിയ 2 ക്രീമാണ്. അതിലൊരു ക്രീമാണ് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ക്രീം എന്നാണ് ഞാൻ പറയാൻ പോണത്. ഒന്ന് ഡീമെലാൻ എന്ന് പറഞ്ഞ ഒരു ക്രീമാണ്. ഡീമെലാൻ ക്രീമാണ് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡീമെലാൻ ക്രീം. ഇതിലെ കണ്ടന്റ്, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, ആർബ്യൂട്ടിൻ, കോജിക് ആസിഡ്, ഇതാണ് ഇതിലെ കണ്ടന്റ്സ്. ഇത് 3 തന്നെ നല്ല സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പീലിംഗ് സംഭവമാണ് ചെയ്യണത്. എന്നാലും അത് നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സ്റ്റഡികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഈ 1 മാസത്തോളമായി ക്രീം പറ്റാൻ തുടങ്ങിയിട്ട് വലിയ മാറ്റമൊന്നുമില്ല. കാരണം ഞാൻ ഈ ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്ത് കുളമാക്കി വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്നൊന്നും എൻ്റെ സ്കിന്നിലോട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പിടിക്കൂല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും. ഹൈഡ്രോക്വിനോൺ അടങ്ങിയിട്ടുള്ള ക്രീം ആകുമ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതേസമയം ഇതാവുമ്പോൾ ഒരു 6 months എങ്കിലും പിടിക്കും ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള വ്യത്യാസം അറിയാം. പക്ഷേ ഇതിലുള്ള കണ്ടന്റ് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന് ഹാംഫുൾ അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള ക്രീമാണ് ബൈലൂമ എന്ന് പറഞ്ഞ ക്രീം. ഇതും ഈ പറഞ്ഞ പോലെ ഡീമെലാൻ പോലെ തന്നെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീമാണ്. ഇതിലുള്ള കണ്ടന്റും ഈ പറഞ്ഞ മാതിരി സ്കിന്നിന് അധികം പ്രോബ്ലം ഉണ്ടാക്കുന്ന കണ്ടന്റുകളല്ല. ബൈലൂമയിലുള്ള കണ്ടന്റും ഈ പറഞ്ഞ മാതിരി ആർബ്യൂട്ടിനുമാണ്. അതേപോലെ മൾബറി എക്സ്ട്രാക്റ്റ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്. ഈ 3 കണ്ടന്റാണ് ബൈലൂമയിലുള്ള. ഇതും ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന് ഒരു ഹാംഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീം ശരിക്കും സേഫാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഹൈഡ്രോക്വിനോൺ ക്രീം യൂസ് ചെയ്യുന്നതിനും കാട്ടിയും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ ഒരു ടൈം എടുക്കും ഇതിലെ റിസൾട്ട് വരാനുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ
വിഷയം. ഇനി ഞാൻ പറയാൻ പോണത് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ക്രീമാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഈ കണ്ടന്റ് ഉള്ള ക്രീം നിങ്ങൾ ഒരു കാരണവശാലും മേടിച്ച് യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വേണം. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കല്യാണമാണ്, പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം വന്ന് നിങ്ങൾ ഭയങ്കര കറുത്ത് ഇരിക്കണാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. എന്നാൽ നിങ്ങളൊരു ലോങ് റണ്ണിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഡ്രോക്ലോറിൻ അടങ്ങിയിട്ടുള്ള ക്രീം യൂസ് ചെയ്യുക. കാരണം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേസമയം അത് ആ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളയുക, പിന്നെ ഇത് യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോണ കണ്ടന്റ് അടങ്ങിയ ക്രീംസ് നിങ്ങൾ ഒരിക്കലും മേടിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. ഒന്ന് ഹൈഡ്രോക്ലോറിൻ, രണ്ട് ടെനിറ്റോൾ. ഈ രണ്ട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് നിങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫെയർനെസ് ക്രീമോ ഒരു മെഡിക്കേറ്റഡ് ഫെയർനെസ് ക്രീമോ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നോക്കുക അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഈ കണ്ടന്റ് രണ്ടെണ്ണം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് മേടിക്കാണ്ടിരിക്കുക. കാരണം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഒരു റിസൾട്ട് തരുമെങ്കിലും ലോങ് റണ്ണിൽ ഇത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇനി ഞാൻ പറയാൻ പോണ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ സേഫാണ്. അതായത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒരു ഇത്തിരി ടൈം എടുക്കും ഇതിൻ്റെ റിസൾട്ട് വരാം, പക്ഷേ സേഫ് ടു യൂസ് ആണ്. അത് എന്തൊക്കെയാണ് ആ കണ്ടന്റുകൾ എന്ന് പറയാം. ഗ്ലൈക്കോളിക് ആസിഡ്, 2 കോജിക് ആസിഡ്, 3 ആർബ്യൂറ്റൈൻ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ലാക്റ്റിക് ആസിഡ്, നിയാസിനമൈഡ്. ഈ കണ്ടന്റുകളുള്ള ക്രീം സേഫ് ടു യൂസ് ആണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്, വലിയ പ്രോബ്ലംസ് ഇല്ല. എന്നാലും ഞാൻ പറയും നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ഉത്തമമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സേഫ് ടു യൂസ് കണ്ടന്റുകൾ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് അത് സേഫ് ടു യൂസ് ആയി മാറിയിട്ടുള്ളത്. ഫൈനൽ ആയിട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്രീമും എടുത്ത് നിങ്ങൾ പെരട്ടാണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ തന്നെ കണ്ടന്റുകൾ, അതായത് അവോയ്ഡ് ചെയ്യേണ്ട കണ്ടന്റുകളും എന്നാൽ ഈ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാത്തതുമായ ക്രീമുകൾ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വലിയ ഡാമേജ് ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു സ്കിൻ ലൈറ്റനിങ്, ഒരു ചെറിയ ഈ പറഞ്ഞ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്നൊന്ന് ഒരു വെളുപ്പ് വന്നം എന്നുള്ള സീനാണെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിൻ അടങ്ങിയിട്ടുള്ള ക്രീം യൂസ് ചെയ്യാം. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചില ആൾക്കാർ ഡെസ്പറേറ്റ് ആയിരിക്കും, ഇതൊന്നും പെട്ടെന്ന് ഈ ഫംഗ്ഷൻ ആണെങ്കിലും ഒന്ന് ഞാൻ ഇതായിട്ട് നിൽക്കണം, അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അത് യൂസ് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ തീർത്തും അത് അവോയ്ഡ് ചെയ്യണം. ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലുക്ക് ഫോർ ദ കണ്ടന്റ്, എന്താണ് കണ്ടന്റ് എന്ന് നോക്കുക, അതിനുശേഷം യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. വീണ്ടും ഫാഷൻ സ്റ്റൈൽ ഗ്രൂമിങ് ടിപ്സുമായി ഞാൻ വരുന്നതാണ്. ഗുഡ് ബൈ.